പറയുമ്പോൾ ലഹരിയുടെ പിടിയിലായവരുടെ തിരിച്ചുവരവിന് എക്സൈസിന്റെ വിമുക്തി ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ നമുക്കുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വിമുക്തിയിലൂടെ ലഹരിയിൽ നിന്ന് മോചിതരായവർ 1.5 ലക്ഷത്തിലധികം പേരാണ്. എന്നാൽ ഈ തരത്തിൽ ലഹരിയെ അതിജീവിക്കുന്നവരെ ഉന്നമിട്ട് വീണ്ടും കെണിയൊരുക്കി ലഹരി സംഘങ്ങൾ പുറത്തുണ്ട് എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അനുഭവ സാക്ഷ്യം. കാണാം റിപ്പോർട്ട്. തിരുവനന്തപുരം കരമന സ്വദേശിയായ ഒരു യുവാവ്, ലഹരിക്കടിമയായിരുന്ന ചെറുപ്പക്കാരൻ എക്സൈസിന്റെ വിമുക്തി കൗൺസിലിംഗിലൂടെ ലഹരിയിൽ നിന്ന് രക്ഷ നേടി. പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് ജീവിതം തുടങ്ങി. പക്ഷേ ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. മുൻപ് ഈ യുവാവിന് ലഹരി വിൽപ്പന നടത്തിയിരുന്ന വിൽപ്പനക്കാർ വീണ്ടും ലഹരി വാങ്ങണമെന്ന് നിർബന്ധിച്ചു സമീപിച്ചു. യുവാവ് വാങ്ങാൻ തയ്യാറായില്ല. പിന്നാലെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാൻ ശ്രമം നടത്തി. അതിലും വീണില്ല. ഇതോടെ അടുത്ത പണിയെത്തി. ലഹരിയിൽ നിന്ന് മുക്തി നേടിയ യുവാവിന്റെ ഫോട്ടോ സഹിതം എക്സൈസിന് ഒരു കത്ത് വന്നു. തിരുവനന്തപുരം നഗരത്തിലെ ലഹരി നിയന്ത്രിക്കുന്ന ആൾ എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ആ കത്ത്. എക്സൈസ് ആദ്യം കത്ത് തള്ളിയെങ്കിലും പിന്നാലെ അടുത്ത കത്ത് എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ചു. ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്നായിരുന്നു ആ കത്തിലെ ആരോപണം. ലഹരി വാങ്ങാൻ തയ്യാറാകാത്ത യുവാവിനോട് വിരോധം തീർക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ലഹരിയിൽ നിന്ന് രക്ഷ നേടിയാലും മാഫിയകൾ പിന്നാലെ ഉണ്ടാകും. ജാഗ്രത വേണമെന്ന് എക്സൈസും സാക്ഷ്യപ്പെടുത്തുന്നു. ഇയാളുടെ പുറകെ കൂടിയിരുന്ന മാഫിയ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ ഇയാൾക്കെതിരെ പരാതി അയക്കുകയാണ്. ഇയാളെ കാണാതെ വരുമ്പോൾ ഇയാളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അയാൾക്കെതിരെ പരാതി അയക്കുന്ന സാഹചര്യം പോലും നിലവിലുണ്ട്. വീണ്ടും ഉപയോഗിക്കുന്നു, അയാളാണ് അവിടെ വിൽപ്പന നടത്തുന്നത് എന്ന് പറഞ്ഞ് പരാതി തരികയാണ്. അപ്പോൾ ആ പരാതി സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അന്വേഷിക്കാൻ പോകും. അപ്പോൾ ഇയാൾ വീണ്ടും ഈ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അത് ഒഴിവാക്കാൻ പിന്നെ ഇത്തരത്തിൽ നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്ത ശേഷം മാത്രമേ ഇത്തരം പരിശോധനകൾ നടത്താറുള്ളൂ. ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് കൃത്യമായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. ചുരുങ്ങിയ കാലയളവിൽ 1,52,320 പേർക്കാണ് എക്സൈസിന്റെ വിമുക്തി പദ്ധതിയിലൂടെ മാത്രം കൗൺസിലിംഗ് നൽകിയത്. 12,114 പേരെ വിമുക്തി കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ നൽകി ലഹരി മുക്തരാക്കി. ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമുക്തി നൽകുന്ന സേവനങ്ങൾ പ്രശംസനീയമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാമായില്ല. ഇത്തരത്തിൽ ലഹരിയിൽ നിന്ന് മുക്തി നേടി പുറത്തിറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് വലിയ ചതിക്കുഴികളാണ്. അതുതന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. താങ്ക് യു ഉമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.